നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ വായയിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരും കേട്ടോ. അങ്ങനത്തെ റെസിപ്പി ഒരു ഉള്ളിച്ചമ്മന്തി. പല ടൈപ്പിലുള്ള ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഞാൻ പറയാറില്ലേ, എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് മാറിയാൽ തന്നെ നമുക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനൊരു 2 മീഡിയം സൈസ് സവാള എടുത്തിരിക്കുന്നത്, ഒരു 10-12 കുഞ്ഞുള്ളി, 2 കൊടുക്കണം കേട്ടോ. കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ സിമ്പിളാണ്. ബാക്കിയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്യുന്ന സമയത്താണ് കാണിച്ചു തരാം, അല്ലാതെ ഇൻഗ്രീഡിയൻസ് ഇവിടെ നിരത്താനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കിടിലൻ ഉള്ളിച്ചമ്മന്തിയിലേക്ക് പോവാം. സാധാരണ ഞാൻ മുളകൊക്കെ വറുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടോ, അല്ലാതെ പുതിയ പാനൊന്നുമല്ല. ഞാൻ എപ്പോഴും മുളക്, അമാതിരി മല്ലി, കുറച്ച് പരിപ്പ് അങ്ങനെയൊക്കെ വറുക്കാൻ വേണ്ടി എടുക്കുന്ന കുഞ്ഞൊരു പാന്. അതിലേക്ക് ഒരു തുള്ളി, നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു 1/2 ടീസ്പൂണിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, മുഴുവൻ മല്ലിയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ആദ്യം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഡ്രൈ ഫ്രൈ ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരു തുള്ളി എണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ആദ്യം ഇത് വറുത്തെടുക്കുക കേട്ടോ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ മല്ലി ചമ്മന്തി. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. മല്ലി കൊണ്ടൊക്കെ ചമ്മന്തി അരയ്ക്കുമോ, കൊത്തമ്പാല ചമ്മന്തി പറയും ഞങ്ങൾ. ചെറിയ കുട്ടി മുതലേ അമ്മ അരച്ച് തരുന്നതാണ്, അത് മാത്രം മതി ചോറുണ്ണാൻ. അങ്ങനെ ചോദിച്ച ആൾക്കാരൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് കമൻ്റ് ഇട്ടൊന്നും, അയ്യോ ലതികെ ഇങ്ങനെയൊക്കെ ചെയ്യാലോ. എത്ര തരത്തിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാമെന്നറിയോ? ഒന്ന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ആവും കേട്ടോ. 1 ടേബിൾ സ്പൂൺ അല്ലേ ഉള്ളൂ, അപ്പോൾ അത് കരിയണ്ടല്ലോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ മല്ലി മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഗ്യാസ് കൊളുത്തിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉണക്കമുളക്, എരിക്കനുസരിച്ചിട്ട് ചില സമയത്ത് കിട്ടുന്ന ഉണക്കമുളക് ഉണ്ടല്ലോ, വല്ലാത്ത എരിയ. ഇത് വലിയ എരിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി എടുക്കാം. പക്ഷേ ഈ സമ്മന്തിയൊക്കെ കുറച്ചൊരു ചൊടി വേണം. അല്ല, ചൊടി പറയില്ലേ നമ്മൾ. അപ്പം ഞാൻ സാധാരണ ഇങ്ങനത്തെ മുളക് തന്നെയാണ് എടുക്കാറ്. നന്നായിട്ട് ആയിട്ടുണ്ട്, അങ്ങനെ കളറ് മാറി വരണം കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം മുളക് വറുത്ത എണ്ണ ബാക്കിയുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുഞ്ഞുള്ളി, വലിയ ഉള്ളി 2 കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിക്കോളും. കേട്ടോ, ഇങ്ങനത്തെ പാൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ വളരെ കുറച്ച് മതി കേട്ടോ. അങ്ങനെയും കൂടി ഉണ്ട്. ഒന്ന് കളർ മാറട്ടെ കേട്ടോ. വല്ലാതെ ബ്രൗൺ കളർ ആവണ്ട, പക്ഷെ ഒന്ന് കളർ മാറണം കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടി വാടിയാൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില, ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. അതാണ് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള പുളിച്ചമ്മന്തി. ഇതൊന്നും ഇല്ലാതെ വേറെ ടൈപ്പ് ഉണ്ടാക്കാം, അതും ടേസ്റ്റാണ്. ഉള്ളിച്ചമ്മന്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റാട്ടോ. മതി. ഇനി വല്ലാതെ നമ്മൾ ദോശയ്ക്കൊക്കെ ഉള്ളിച്ചമ്മന്തി അരയ്ക്കണ മാതിരി അങ്ങനെ വല്ലാതെ ചുമന്ന് വരുന്നു വേണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എത്ര പുളിയാണോ ഈ സമ്മന്തിയിലേക്ക് നമുക്ക് വേണ്ടത്. ഞാൻ ചമ്മന്തിന്ന് സമ്മന്തിന്ന് രണ്ടും പറയട്ടോ. ചില ആൾക്കാർക്ക് സമ്മന്തി എന്ന് പറഞ്ഞാൽ എന്തോ വേറെ എന്തോ പ്രശ്നം മാതിരി. ഞങ്ങളൊക്കെ സമ്മന്തി എന്നാണ് പറയാറ്. ഇടയ്ക്ക് ചമ്മന്തിന്നേ പറയാൻ പറ്റുള്ളൂ, ഇടയ്ക്ക് സമ്മന്തി എന്ന് പറയും. അതൊക്കെ ക്ഷമിക്കുക. കുറച്ച് ശർക്കരയുടെ ഞാനിങ്ങനെ ചീവി എടുത്തതാണ്. ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം കേട്ടോ. അത് ഞാൻ അങ്ങനെ നുറുക്കിയിട്ടതാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം മാത്രം മതി. ഒന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇനി എന്തേ പണിയുള്ളൂ, ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ആദ്യം നമുക്ക് മല്ലിയും മുളകും കൂടി ക്രഷ് ചെയ്തെടുക്കണം. അതിന് ശേഷം എല്ലാം കൂടി ക്രഷ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ.
ഇപ്പോൾ കണ്ടോ, ഞാൻ മല്ലിയും മുളകും കൂടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേശ്ശെ തരി തരിയൊക്കെ ആയിക്കോട്ടെ. കണ്ടോ, ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. തരി തരി വേണം. ഇനി നമുക്ക് നമ്മളിപ്പോൾ വഴറ്റി വെച്ച എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വല്ലാതെ മിനിമിനേനെ അരയ്ക്കണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി പോരാച്ചാൽ പിന്നെ ഇട്ടാൽ മതി. എനിക്ക് കറക്റ്റ് ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം അറിയാലോ കണക്ക്. ഇനി നമുക്കിത് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പം കണ്ടോ, വെള്ളമൊക്കെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. കാരണം മിക്സി വെള്ളം കൂട്ടുകയാണേ, കുറച്ച് കാലപ്പഴക്കമുള്ള മിക്സി, അതുകൊണ്ടാണ്. കണ്ടോ, എന്തിനാ അധികം ഇത് മാത്രം പോരെ ചോറുണ്ണാൻ. കഞ്ഞിയുടെ ഒപ്പായാലും ശരി, ചോറിൻ്റെ ഒപ്പായാലും ശരി, ദോശയ്ക്കായാലും ശരി, ഇഡ്ഡലിക്കായാലും ശരി. അപ്പോൾ എല്ലാവരും ഇതേമാതിരിയുള്ള ഉള്ളിച്ചമ്മന്തി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറ് വിളമ്പിയിട്ടുണ്ട്. സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തി. ഇത്രയൊക്കെ ലതിക കഴിക്കുമോ, ഇത്രയൊക്കെ കൂട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ആകുമ്പോൾ ഇതൊരു തമ്പനയിൽ നല്ല ഉഷാറ് തമ്പനയിലാവണ്ടേ. ഇത് ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ഇത് മുഴുവനൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. ഉരുട്ടാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കുറേ ആൾക്കാർ പറയാറുണ്ട് ലതിക ഉരുള ഉരുട്ടുമ്പോൾ വായിൽ വെള്ളം വരുന്നു എന്നൊക്കെ. സത്യമാണത്, യാതൊരു അതിശയോക്തിയില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളിച്ചമ്മന്തി ഉരുള കേട്ടോ, കഴിച്ചോളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.